ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. അതിൽ ഒരുപാട് സന്തോഷം ഒരുപാട് ആളുകൾക്കുണ്ട്. പൊതുസമൂഹങ്ങളിൽ ബോച്ചയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ഒരുക്കിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ വഷളത്തരങ്ങളോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഒരിക്കലും ശരിയാണെന്ന് പറയുന്നില്ല. പക്ഷെ അതിന് ഇത്രയും വലിയ ശിക്ഷ വേണോ? ഇന്നുകൂടി ചേർത്ത് 6 ദിവസത്തെ ജയിൽവാസം നൽകുക എന്നത് അല്പം കടന്നുപോയി എന്നതാണ് പൊതുജനങ്ങളിൽ പൊതുവിൽ പറയുന്നത്. അതിന് വിരുദ്ധമായി പറയുന്നവരും ഒരുപാടുണ്ട്. പക്ഷേ ബോച്ചയുടെ ഗ്രാഫ് കുതിച്ചുയരുന്ന വിധത്തിൽ ബോച്ചയ്ക്ക് പിന്തുണ ഏറിയിട്ടുണ്ട് എന്നതിൽ തർക്കമൊന്നുമില്ല. കോടികൾ കൊടുത്ത് പരസ്യം ചെയ്താൽ പോലും കിട്ടാത്ത പിന്തുണയാണ് ഈ ഹണി റോസുമായി ബന്ധപ്പെട്ട് അകത്തു പോയതിനു പിന്നാലെ ബോച്ചയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായിരുന്നു ഇന്നലെ മുതൽ കക്കനാട് ജയിലിന് മുന്നിൽ 100 കണക്കിന് ആളുകളുടെ വലിയ തിരക്ക്. നിങ്ങളുമുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യക്തിഗതത്തിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ചേച്ചി? പക്ഷെ വസ്ത്രസ്വാതന്ത്ര്യം നമ്മുടെ ഇന്ത്യയിൽ വ്യക്തിഗത വസ്ത്രം ഏതുണ്ടായിരിക്കാം. പക്ഷെ അന്നേരം വരുന്ന പ്രകോപനങ്ങളെ എതിർക്കാൻ ഈ ചെവിക്കുള്ള ആ ചെവി കളയാനും പഠിക്കണം. എന്ത് തുണി ഇട്ടുകൊണ്ടിറങ്ങിട്ട് പിന്നെ അതിനെ പ്രതിരോധിച്ചു, അതിനെ ആണുങ്ങൾ കുറ്റം പറഞ്ഞു, അതിനെപ്പറ്റി പ്രശ്നം ഉണ്ടാക്കിയെന്നൊന്നും പറയില്ല. വസ്ത്രത്തെ കുറിച്ചല്ലല്ലോ പറഞ്ഞേ, വസ്ത്രത്തെ കുറിച്ചല്ലോ പറഞ്ഞേ. വസ്ത്ര സ്വാതന്ത്ര്യം സ്ത്രീകൾക്കാണെങ്കിലും പറഞ്ഞ തെറ്റില്ലാന്ന് ഉണ്ട്. പക്ഷെങ്കിൽ അത് ഇട്ടുകൊണ്ടിറങ്ങുന്നവർ ഓർക്കണം, ഇതിനെ സമൂഹമാണ് കാണുന്നതെന്ന്. അതിനെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അത് അതുപോലെ പലതരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതുകൊണ്ടാണോ സ്ത്രീകൾക്ക് നേരെ അതിക്രമം ഉണ്ടാകുന്നത്? അതൊരിക്കലും ഞാൻ അങ്ങനൊന്നും പറയത്തൊന്നുമില്ല. സ്ത്രീകൾ അങ്ങനെ വസ്ത്രം ധരിക്കുന്നതിനെ പറ്റി ഒരു സ്ത്രീ ഏത് വസ്ത്രം ധരിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുള്ളതല്ല. അവരവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാം. പക്ഷെ ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് സമൂഹത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന അധിക്ഷേപങ്ങളെ, മറ്റുള്ള കാര്യങ്ങളെ അത് അതേപോലെ ആ മൈൻഡിൽ എടുത്ത് കളയാനുള്ള ഒരു വിവേകം കൂടെ ഈ ഇട്ടുകൊണ്ടിറങ്ങുന്ന സ്ത്രീക്ക് ഉണ്ടായിരിക്കണം. അത് പറയുന്ന ആള് ചിന്തിക്കണ്ടേ? ബോബി ചെമ്മണ്ണൂരിന് ജനപിന്തുണ കൂടുമ്പോൾ അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോകുന്നത് ഹണി റോസ് കൂടിയാണ് എന്നു പറയേണ്ടി വരും. ഹണി റോസ് തെറ്റ് ചെയ്തുവെന്നോ അവർ പരാതി കൊടുത്ത് ബോബി ചെമ്മണ്ണൂരിനെ കുടുക്കിയെന്നോ ഹണി റോസിൻ്റെ ഭാഗം ശരിയല്ല എന്നോ ഒന്നുമല്ല പറയുന്നത്. ഇരയ്ക്കൊപ്പമാണ് എന്നും. പക്ഷേ നിലവിലെ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ മുക്കാപ്പേരും ബോച്ചയ്ക്കൊപ്പമാണ്. ഒരുപാട് പേർ ഹണി റോസിനെ വിമർശിക്കുകയാണ്. കോടതിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടി കിട്ടി എന്ന പല വാർത്തകളും വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ജാമ്യം അനുവദിച്ച കോടതി വലിയ തിരിച്ചടിയൊന്നും ബോച്ചയ്ക്ക് കൊടുത്തിട്ടില്ല. ദ്വയാർത്ഥ പ്രയോഗം നിർത്തണം, നിറം, അതുപോലെ ആകൃതി, ശരീരഘടന ഇതുപോലെയുള്ളവ ഒന്നും വിമർശിക്കരുത് എന്നു മാത്രമല്ല, ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പ്രാഥമികമായും ബോബി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് കോടതി പറയുകയും ചെയ്തു. അത് ബോബി ചെമ്മണ്ണൂരിന് തിരിച്ചടിയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് പ്രത്യേക ജാമ്യ വ്യവസ്ഥകളോ ഏതെങ്കിലും തരത്തിലുള്ള ജാമ്യ വ്യവസ്ഥകളോ ഒന്നും ബോച്ചയ്ക്ക് ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായ ജാമ്യ വ്യവസ്ഥയാണ് നൽകിയത്. ഇന്നലെ ജയിലിന് മുന്നിൽ വന്നവരൊക്കെ ഹണി റോസിനെ വിമർശിക്കുകയാണ്. ബോച്ചയ്ക്ക് അനുകൂലമായും സംസാരിക്കുന്നു. പൊതുവിൽ സംഭവിക്കുന്നത് ഇതാണ്. കുറേയൊക്കെ ബോച്ചയുടെ വ്യവസായ സ്ഥാപനങ്ങളിലെ ആളുകളുമുണ്ട്, എല്ലാത്തവരുമുണ്ട്. ബോച്ചെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി, ലൈംഗികാധിക്ഷേപം നടത്തി എന്ന ഹണി റോസിൻ്റെ പരാതിയിൽ 6 ദിവസത്തോളം ജയിലിൽ കിടന്നു. ഇതിനപ്പുറത്തോളം ഒരു ശിക്ഷയും അയാൾക്ക് നൽകേണ്ടതില്ല എന്ന തരത്തിൽ വലിയ ചർച്ചകൾ പൊതുസമൂഹത്തിൽ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ദ്വയാർത്ഥ പ്രയോഗം നടത്തി എന്നതിൻ്റെ പേരിൽ ബോച്ചെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ബ്ലഡ് ബാങ്ക് പോലെയുള്ള മഹത്തായ സേവനങ്ങൾ, ഇതിനെയൊക്കെ ഒറ്റയടിക്ക് തള്ളിക്കളയുക, റദ്ദ് ചെയ്യുക സാധ്യമല്ല. മാത്രമല്ല, ബോച്ചെ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവിടെ ജനങ്ങൾ പിന്തുണയ്ക്കും എന്ന വലിയ പ്രചാരണമുണ്ട്. ഇനി രാഹുൽ ഈശ്വർ വാർത്താ സമ്മേളനത്തിലൊക്കെ പറയുന്നത്, പുരുഷന്മാരെ വ്യാജ പരാതി കൊടുത്ത് പീഡിപ്പിക്കുന്നവർക്കെതിരെ നടപടി വേണം. ബോച്ചയെ കഴുത്തിൽ പിടിച്ചു തള്ളിയത് കണ്ടപ്പോൾ വിഷമമായി. നടനും മോഡലുമായ ഷിയാസ് കരീം പറഞ്ഞു, ജയിലിൽ പോവേണ്ട കുറ്റമൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു സ്ത്രീയെ കുറ്റം പറയുന്നത് ശരിയല്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു താക്കീത് മതിയായിരുന്നു. അദ്ദേഹം ജയിലിൽ പോയതിനോട് യോജിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സ്ത്രീയെ മോശം പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ്. പക്ഷേ ഭീകരമായ തെറ്റ് ചെയ്തവർ അല്ലേ ജയിലിൽ പോവേണ്ടത്? പക്ഷേ എനിക്കും വ്യാജമായ ഒരു കേസ് വന്നിരുന്നു. അന്ന് ഞാൻ ചിന്തിച്ചത്, ഒരു ദിവസം ജയിലിൽ പോകുന്നതും 100 ദിവസം അവിടെ കിടക്കുന്നതും ഒരുപോലെയാണ് എന്ന് ഷിയാസ് വ്യക്തമാക്കി. ബോബി ചെമ്മണ്ണൂരിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാകും. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് താക്കീതും മാത്രം മതിയായിരുന്നു. ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ച ജയിലിൽ പോവേണ്ടതാണ്.
പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല. നിയമത്തിൽ സ്ത്രീകൾക്കുള്ള ആനുകൂല്യങ്ങൾ അവർ ഭീകരമായി മുതലെടുക്കുകയാണ്. എല്ലാ കേസുകളും അങ്ങനെയല്ല, ചില കേസുകൾ അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ട്. കമൻ്റ് അടിച്ചതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഷിയാസ് കരീം കൂട്ടിച്ചേർത്തു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം.